ജീവിത സാഹചര്യങ്ങൾ ബെറ്റർ ആവുന്നുണ്ട്, പക്ഷേ അതേപോലെ തന്നെ ആൾക്കാർ നിരാശരാകുന്നുണ്ട്. പല ആൾക്കാരും സൂയിസൈഡിലേക്ക് പോകുന്നു. എസ്പെഷ്യലി ജെൻസീസിലൊക്കെ ഈ ഒരു ട്രെൻഡ് വളരെ ഫാസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് പല ആൾക്കാരോടും ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്രസ്ഡ് ആണെന്ന് പറയുന്നത് ഇന്ന് രാവിലെ കുളിച്ചു എന്ന് പറയുന്നത് പോലെയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ഫാസ്റ്റ് ആയിട്ടുള്ള ഡിപ്രഷൻ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് നിസ്സാര കാര്യങ്ങളിൽ കുട്ടികൾ പോലും സൂയിസൈഡ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകുന്നത്? പല കാരണങ്ങൾ ഉണ്ടാവാം. പ്രധാനമായിട്ടുള്ള ചില കാരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, തോൽവി ഫേസ് ചെയ്തുള്ള പരിചയമില്ല. കുട്ടിക്കാലത്ത് മുതലേ നമ്മൾ എപ്പോഴും വിജയം മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നു. എ ഗ്രേഡ്, A+, താഴേക്ക് വരാനായിട്ട് തോൽക്കാൻ സമ്മതിക്കില്ല. പ്രത്യേകിച്ചും പേരൻസ് ആണ് ഒരിക്കലും സമ്മതിക്കാത്തത്. അങ്ങനെ ഒരിക്കലും തോൽക്കാൻ സമ്മതിക്കാത്ത, തോൽവി എന്തെന്നറിയാത്ത ഈ ബ്രെയിൻ ഒരു ചെറിയ തോൽവി, ഒരാൾ പറയുന്ന നീ ചെയ്തത് ശരിയല്ല എന്ന് പറയുന്നത് പോലും താങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ബ്രെയിൻ ആയിട്ട് അതിനെ ട്രെയിൻ ചെയ്ത് മാറ്റിയിട്ടുണ്ടാവും. ഇനി രണ്ടാമത്തെ പ്രശ്നം എക്സ്പെക്ടേഷൻസ് ആണ്. എന്തിനും ഏതിനും ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ലോകത്തിലേക്ക് നമ്മൾ എത്തി. ബർത്ത്ഡേ ഗിഫ്റ്റ്, വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ്, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞാൽ ഗിഫ്റ്റ്, ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഗിഫ്റ്റ്, ഇന്ന് രാവിലെ ഉണർന്നതിന് ഗിഫ്റ്റ്, ഇങ്ങനെ ഗിഫ്റ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഗിഫ്റ്റ് കിട്ടാത്ത ഒരു ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡിസപ്പോയിൻമെന്റ് ആണ്. അത് ഡിപ്രഷനിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ അച്ഛൻ ടൂർ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഗിഫ്റ്റ് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ സൂയിസൈഡ് ചെയ്യാൻ വരെ തയ്യാറാവുന്ന കുട്ടികളുടെ കാലമാണ്. കാരണം അതങ്ങനെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടാണ്. കുട്ടിയുടെ കുഴപ്പമല്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു റിവാർഡ് സിസ്റ്റമാണ്. അത് ഡോപ്പമൈൻ റിസപ്റ്റേഴ്സ് നമ്മുടെ ബ്രെയിനിനകത്ത് ക്രിയേറ്റ് ചെയ്യും. ആ റിസപ്റ്റേഴ്സ് എപ്പോഴും ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ്. അത് വീണ്ടും കിട്ടിക്കൊണ്ടേയിരിക്കണം. അത് കിട്ടിയില്ലെങ്കിൽ അപ്പോഴാണ് നമുക്ക് ഡിപ്രഷനായിട്ട് തോന്നുന്നതും ഒരുപക്ഷെ അടുത്ത നടപടികളിലേക്ക് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് എപ്പോഴും ഓർക്കേണ്ട കാര്യം, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിയെടുക്കുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള ഡോപ്പമൈൻ റിസപ്റ്റേഴ്സ് അധികം അവരുടെ ബ്രെയിനിൽ ഉണ്ടാവാതെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ അനാവശ്യമായ എക്സ്പെക്ടേഷനുകൾ ബിൽഡ് ചെയ്യാതിരിക്കുക. ഏത് കാര്യത്തിനും ഏത് സിറ്റുവേഷനിലും അവർ വിജയിക്കുക മാത്രം ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാക്കാതിരിക്കുക. കളിക്കട്ടെ, തോൽക്കട്ടെ, തോറ്റു വിജയിക്കട്ടെ.